നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ സാറിന് അപകടം സംഭവിക്കുമെന്ന് ഞാൻ മനക്കണ്ണിൽ കണ്ടിരുന്നു. മണ്ഡപത്തില് ചടങ്ങുകൾ നടക്കുമ്പോൾ വിശാൽ സാറിനെ ആക്രമിക്കാൻ ആരെങ്കിലും വരുന്നോന്ന് നോക്കായിരുന്നു ഞാൻ. പക്ഷേ മോളെ, അപകടം വരുന്നത് മുൻകൂട്ടി കണ്ടപ്പോഴെല്ലാം വിശാലിനെ രക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഞാൻ തോൽക്കാതിരിക്കാൻ വേണ്ടി വിശാൽ സാറ് ആ അപകടം മനഃപൂർവ്വം വരുത്തി തീർത്തതാണെന്ന് ഞാൻ എങ്ങനെയാ അച്ഛനോട് തുറന്നു പറയാ? മോളെന്താ ഒന്നും പറയാത്തത്? അത് അച്ഛാ, എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല. സാരമില്ല മോളെ. ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ സ്വന്തമാവുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഭാര്യയുടെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാൻ കഴിയും. ശുദ്ധമായ മനസ്സുമായി നീ നിന്നു പോയിട്ടുണ്ടാവും. പാർവതി കാവലില്ലെങ്കിൽ വിശാലിന് എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും. ഇത് നിന്റെ വിജയം തന്നെയാണ് മോളെ. അല്ല, മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ, എന്നാലേ മോള് വാ, നമുക്ക് പോയി ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ദേ, എനിക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ. മോള് വാ. ശരി അച്ഛാ. ഇപ്പഴാ മനസമാധാനമായത്. എന്തുപറ്റി? ആരായിരുന്നു ഫോണില്? ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛനാ വിളിച്ചത്. വിശാൽ ബ്രോയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നെറ്റിയിലെ മുറിവ് കാര്യാക്കാനില്ലെന്നും സ്കാൻ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലെന്നും ഡോക്ടർ പറഞ്ഞുത്രേ. പാർവതിയുടെ പ്രാർത്ഥന കൊണ്ടാ വിശാലിനൊന്നും സംഭവിക്കാതിരുന്നേ. ഈ ടെൻഷനിടയിൽ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ചെറിയ എന്തുകൊണ്ടാ കല്യാണത്തിന് പങ്കെടുക്കാതിരുന്നത്? ആരോടും ഒന്നും പറയാതെ എങ്ങോട്ടേക്കാ പോയത്? ഇവിടുത്തെ പ്രഭാവതി തമ്പുരാട്ടിയുടെ കൽപ്പനയായിരുന്നു ഞാൻ കല്യാണത്തിൽ പങ്കെടുക്കരുതെന്ന്. ഞാൻ അവിടെ ഉണ്ടെങ്കിലേ ഈ കല്യാണം മുടങ്ങുമെന്നുള്ള ഭയം. അതിപ്പോ ചെറിയമ്മയുടെ പ്രസൻസ് ഇല്ലാതിരുന്നിട്ടും കല്യാണം മുടങ്ങിയില്ലേ? അതങ്ങനെ സംഭവിക്കൂ. കാരണം ദൈവം കൂട്ടിച്ചേർത്തവരെ വേർപിരിക്കാൻ മനുഷ്യർ വിചാരിച്ച് നടക്കില്ല. അങ്ങനെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ശിക്ഷയും ദൈവം തന്നെ കൊടുക്കും. എന്റെ സംശയം എന്താണെന്നറിയോ? ഈ കല്യാണം ഒഴിവാക്കാൻ വേണ്ടി വിശാൽ ബ്രോ മനഃപൂർവ്വം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതാണോന്നാ. അങ്ങനെ ചിന്തിക്കുന്നതിലും തെറ്റൊന്നുമില്ല. കാരണം പാർവതിയെ പിരിയാൻ വിശാലിന് കഴിയില്ല. തിരിച്ച് പാർവതിക്കും വിശാലിനെ നഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെന്തുകൊണ്ടാ പരസ്പരമുള്ള ഇഷ്ടം അവർ തുറന്നു പറയാത്തത്? ആരാദ്യം പറയുന്നുള്ള മത്സരം വല്ലതും ആണോ ഇനി? അത് മത്സരമല്ല. പാർവതിക്ക് ഉദയന്നൂർ അമ്മയിലൂടെ കിട്ടുന്ന ചില മുന്നറിയിപ്പുകളുടെ ഭാഗമായി അവൾക്ക് എടുക്കേണ്ടി വരുന്ന തീരുമാനങ്ങൾ കൊണ്ടാ ഉള്ളിലെ ഇഷ്ടം പ്രകടമാക്കാത്തത്. പാർവതിയുടെ വാക്കുകൾ അക്ഷരം പ്രതി പാലിക്കാൻ നിൽക്കുന്നതുകൊണ്ടാ വിശാലിന് ഇങ്ങനൊരു ഗതികേട് വന്നത്. അവനൊരാണല്ലേ. അവന്റേതായിട്ടൊരു തീരുമാനം എടുക്കാൻ അവൻ എന്ന് പ്രാപ്തനാവുന്നോ അന്നേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഞാനും പലപ്പോഴും ഇത് ആലോചിച്ചിട്ടുണ്ട്. വിശാൽ ബ്രോ പ്രതികരണശേഷി ഇല്ലാത്തൊരു മനുഷ്യനാണോന്ന്. ഈ പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്ന അച്ഛന്റെ അച്ഛമ്മയുടെ മുഖം ഒന്ന് ഓർത്താ വിശാൽ ബ്രോയ്ക്ക് പ്രതികരിക്കായിരുന്നില്ലേ? അതും ചെയ്യുന്നില്ല. എല്ലാം രണ്ടാനമ്മ പറയുന്നത് പോലെ. ചെറിയമ്മ പറഞ്ഞതാ ശരി. ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ വിശാൽ ബ്രോ എന്ന് തീരുമാനിക്കുന്നോ അന്നേ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കൂ. CI അരവിന്ദനും ആ ഷോക്കിൽ നിന്നും ഇനി മാറാത്തതുകൊണ്ടാ മണ്ഡപത്തിൽ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് പോയത്. അധികം സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല എനിക്ക്. പക്ഷേ
സ്വസ്ഥതയും സമാധാനമുള്ള ഒരു കുടുംബജീവിതം ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ വിശാലിനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു. ആഗ്രഹിച്ചതുപോലൊരു ജീവിതം തന്നതിന് ദൈവങ്ങളോട് നന്ദി പറഞ്ഞിട്ടാ ഞാൻ മണ്ഡപത്തിലേക്ക് വന്നത്. പക്ഷേ എന്റെ സന്തോഷത്തിന് ഒരു പകലിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താലി കെട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അപകടം ഉണ്ടായത്. ജാസ്മിന്റെ ഭാഗ്യമായിട്ടല്ലേ കരുതേണ്ടത്. എന്റെ ഭാഗ്യോ? വിവാഹം മുടങ്ങിയത് എങ്ങനെ എന്റെ ഭാഗ്യാവും? അച്ഛമ്മയുടെ സ്വഭാവം ജാസ്മിൻ അറിയില്ലല്ലോ. താലി കെട്ടിയ ഉടനെ എനിക്ക് അപകടം സംഭവിച്ചിരുന്നെങ്കിലേ അത് ജാസ്മിന്റെ ദോഷമാണെന്ന് അച്ഛമ്മ നാട് മുഴുവൻ പറഞ്ഞു നടന്നേനെ. ദൈവേ ജാസ്മിന്റെ കൂടെ, അതിൽ സന്തോഷിക്ക് ജാസ്മിൻ. ഇത് പ്രതീക്ഷിച്ച് തന്നെയാ ഞാൻ വന്നത്. വിശാൽ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്റെ കണക്ക് കൂട്ടലുകൾ അങ്ങനെ തെറ്റിയില്ല. വിശാലിന്റെ ഈ വാക്കുകള് എനിക്ക് എന്തുമാത്രം ആശ്വാസമാണെന്ന് അറിയാവോ? വിശാലിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നില്ല ജാസ്മിൻ. ഈ വീഴ്ചയിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ജാസ്മിന് വിധവയാവേണ്ടി വരുമായിരുന്നില്ലേ? അത് ജാസ്മിനെ കൂടുതൽ ദുഃഖിതയാക്കുമായിരുന്നു. അതും സംഭവിച്ചില്ലല്ലോ. അതില് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇനി ഒരു കാര്യം കൂടി. പാർവതി ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. അയ്യോ, എന്തിനാ ഒരു ജോലിക്കാരിക്ക് വേണ്ടി വിശാൽ സോറി പറയുന്നത്? അപ്പോ വിശാൽ അവളുടെ ഭാഗത്താണല്ലേ? ജാസ്മിൻ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്കൊന്ന് ഉറങ്ങണം. വിശാൽ, വിശാൽ, ഞാൻ എന്റെ കഥകൾ പറഞ്ഞപ്പോ വിശാലിന് എന്നോട് സഹതാപം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിൽ പിടിച്ചു കയറിയ വിശാലിന്റെ മനസ്സിൽ കയറിപ്പറ്റാം. അതിന്റെ കൂടെ ആ പൂക്കളിൽ വിഷം തളിച്ചത് പാർവതി കൂടെയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച പിന്നെ വിശാലിന്റെ ലൈഫിൽ നിന്ന് പാർവതി ഔട്ട്, ജാസ്മിൻ ഇൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.